ഓരോ ചോദ്യങ്ങൾക്ക് പിന്നിലും ഒരു കഥയുണ്ട്, ഉത്തരങ്ങളിലേക്കുള്ള വഴിയുണ്ട്. ഈ വഴികൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ഓരോ ക്യൂസ് മത്സരങ്ങളും. സ്റ്റേറ്റ് ക്യൂസ് ചാമ്പ്യൻഷിപ്പ് 2.0 ഒന്നാം എപ്പിസോഡ് വിലയിരുത്തുന്നു ക്യൂ ഡീകോഡ്. ഞാൻ രാജൻ അൻവർ, ഇത് സിയ സുധീഷ്. അപ്പോൾ സിയ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ സ്റ്റേറ്റ് ക്യൂസ് ചാമ്പ്യൻഷിപ്പ് 2.0യുടെ ഓരോ എപ്പിസോഡുകളായിട്ട് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ഓരോ എപ്പിസോഡുകളായി വിലയിരുത്തി പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഞാൻ അതൊന്ന് പങ്കുവെച്ചോട്ടെ. ഓക്കെ, ഞാൻ ആ ചോദ്യം വായിക്കാം. മാർച്ച് 12-ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഏത് രാജ്യത്തിന്റെ ദേശീയ ചിഹ്നത്തിലാണ് സാമ്പാർ മാനിനെ കാണാൻ സാധിക്കുക എന്നതാണ് ചോദ്യം. മൗറീഷ്യസ് എന്നാണ് ഉത്തരം. ഇത് സാധാരണ ഒരു GK ക്വസ്റ്റ്യൻ മാത്രമാണ്. പക്ഷെ പണ്ട് കാലത്ത് ചെയ്തു പോന്നിരുന്ന ക്യൂസ് മത്സരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ക്യൂസ് ചോദ്യങ്ങളിൽ നിന്ന് ഈ ചോദ്യത്തെ വ്യത്യസ്തമാക്കുന്ന 2 ഫാക്ടറുകളുണ്ട്. അതാണ് എന്നെ ആകർഷിച്ചത്. ഒന്ന്, ഈ ചോദ്യം എങ്ങനെ ചോദിച്ചു എന്നതാണ്. രണ്ടാമത്തത്, ഈ ചോദ്യത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തി എന്നതാണ്. ചിത്രത്തിൽ കാണുന്നത് സാമ്പാർ ഡിയർ, സാമ്പാർ എന്ന ഇനത്തിൽപ്പെട്ട മാൻവർഗമാണ്. എന്റെ ചോദ്യം ഇതാണ്: സാമ്പാർ ഡിയറിനെ ആ രാജ്യത്തിന്റെ കോട്ട് ഓഫ് ആംസിൽ നിങ്ങൾക്ക് കാണാം. മാർച്ച് 12 ഈ രാജ്യത്തിന്റെ ദേശീയ ദിനം. മാർച്ച് 12 തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ടെന്നും പറയപ്പെടുന്നു. കാരണം ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനോടുള്ള ആദരസൂചകമായി, ഗാന്ധിജിയോടുള്ള ആദരസൂചകമായാണ് ഈ രാജ്യം സ്വാതന്ത്ര്യ ദിനമായി മാർച്ച് 12 തിരഞ്ഞെടുത്തത് എന്നൊരു വേർഷനുമുണ്ട്. ടെല്ല ക്ലാവിസ് മാരിസ് ഇൻഡി, സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഓഷ്യൻ എന്നാണ് ഈ കോട്ട് ഓഫ് ആംസിന്റെ അർത്ഥം. ചോദ്യം ഇതാണ്: ഏത് രാജ്യം? ഈ ക്ലൂ പരിശോധിക്കുകയാണെങ്കിൽ ഈ ക്ലൂവിൽ ക്വിസ്മാൻ ഒരു പരിപാടി ചെയ്തു. കോൺസെൻട്രേഷൻ സാമ്പാർ മാനിലേക്ക് മാറ്റി. അതായത് ഇതിലേക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടാൻ സാധിക്കുന്ന ക്ലൂ ആയിട്ടുള്ള ഡോഡോ പക്ഷി ഈ ചിത്രത്തിലുണ്ടെങ്കിൽ പോലും ശ്രദ്ധ മുഴുവനായിട്ട് സാമ്പാർ മാനിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ നന്നായി അനലൈസ് ചെയ്യുന്നവർ എന്ത് ചെയ്യും? ക്വിസ്മാൻ കോൺസെൻട്രേഷൻ മാറ്റുമ്പോഴും മറ്റ് ഏരിയ കൂടി ഒന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് അതിലെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കും. നന്നായി അനലിറ്റിക്കൽ സ്കില്ലുള്ളവർക്ക് ഉത്തരം കണ്ടെത്താനും പറ്റും, അല്ലാത്തവർക്ക് അത് കണ്ടെത്താൻ സാധിക്കില്ല. മൗറീഷ്യസ് എന്ന് പറയാൻ എന്താണ് കാരണം? ഡോഡോ പക്ഷി. സാമ്പാർ ഡിയറിന്റെ കൂടെ അപ്പുറത്ത് വേറൊരു ജീവി കൂടിയുണ്ട്. അത് ഒരു പക്ഷിയാണ്, ഡോഡോ പക്ഷി. മൗറീഷ്യസിൽ കാണുന്ന ഡോഡോ പക്ഷിയാണത്. മൗറീഷ്യസ് ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ടീം സി ഓപ്പണിംഗ് യുവർ അക്കൗണ്ട്. ടീം ഡി എൻ്റർ ചെയ്ത ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ടീം ഡിയുടെ ഉത്തരം മൗറീഷ്യസ്. റൈറ്റ് ആൻസർ. 100 ടു ടീം സി, 100 ടു ടീം ഡി. ഗുഡ് സ്റ്റാർട്ട്. ഈ ചോദ്യത്തിൽ ടീം എക്കും ടീം ബിക്കും ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ ടീം സിയും ടീം ഡിയും ഉത്തരം കണ്ടെത്തി. ആ ടീമിന്റെ പേരുകൾ ഞാൻ വായിക്കാം. ആദിനാരായൺ TK ആൻഡ് ജുന്ന ബൈജു ഫ്രം HSS ആൻഡ് VHS ബ്രഹ്മമംഗലം. അതുപോലെ അമൻ ബി മനോജ്, ഇഷാൻ ആർ മേനോൻ, ഭവൻ ചെളമക്കര. ഈ 2 ടീമുകൾക്കും ഈ ഉത്തരം ക്രാക്ക് ചെയ്യാൻ പറ്റി. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അനാലിറ്റിക്കൽ സ്കില്ലിനെയാണ് ഇതിൽ എന്താ പറയുക ചലഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല അനാലിറ്റിക്കൽ സ്കില്ലുള്ളവർ ഈ ചോദ്യത്തെ, ഈ ചിത്രത്തെ പൂർണ്ണമായി അനലൈസ് ചെയ്ത് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ പഴയകാല ക്വിസിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? പണ്ട് ഡയറക്റ്റ് ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പഠിച്ചു വെച്ചതിൽ നിന്ന് ഡയറക്റ്റ് അത് വിളമ്പുന്നു. പക്ഷേ ഇപ്പോൾ മാറി. ഇപ്പോൾ ഡയറക്റ്റ് ചോദ്യമല്ല. അതായത് ഈ ചിത്രത്തെ നന്നായി വിശകലനം ചെയ്യണം. ആ ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ച ട്വിസ്റ്റ് ആൻഡ് ടേൺസിലൂടെ നൈസായിട്ട് പോയാൽ മാത്രമേ ഉത്തരം കണ്ടെത്താൻ പറ്റൂ. അതാണ് പുതിയ ക്വിസിങ്ങിൻ്റെ രീതി. ഇനി ഈ ചോദ്യത്തിലെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ 2 ഫാക്ടർ പറഞ്ഞല്ലോ, അതിൽ രണ്ടാമത്തെ ഫാക്ടറാണ് ഈ ചോദ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെന്നാണ്. അതായത് ഒരു ചോദ്യം ഡയറക്റ്റ് ചോദിക്കുകയല്ല, ആ ചോദ്യത്തിൻ്റെ കൂടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോളജ് കൂടി, ബൈ 1 get 2 ഫ്രീ ഒക്കെ പോലെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോളജ് കൂടി ക്വിസ്മാൻ ഇതിൻ്റെ കൂടെ കൊടുത്തു വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം തന്നെ പരിശോധിക്കുക. ഈ ചോദ്യത്തിൽ മാർച്ച് 12-ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് മാർച്ച് 12 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോളജ് ആയിട്ട് സ്നേഹ് സാർ പറയുന്ന കാര്യം, മാർച്ച് 12-നാണ് ഗാന്ധിജി ദണ്ഡി മാർച്ച് നടത്തിയത്. അപ്പൊ അതിനോടുള്ള ആദര സൂചകമായിട്ടാണ് മൗറീഷ്യസ് മാർച്ച് 12-ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ഇന്ത്യയുമായിട്ട് എന്തൊരു കണക്ഷൻ ഉണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജർ ഉള്ള രാജ്യം കൂടിയാണ്. അതിൻ്റെ കൂടെ മറ്റ് ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് നോളജുകൾ കൂടി ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? മാർച്ച് 12-നാണ് ദണ്ഡി മാർച്ച്, അതേപോലെ മൗറീഷ്യസിന്റെ സ്വാതന്ത്ര്യ ദിനം, മൗറീഷ്യസിന്റെ ഫ്ലാഗ് കിട്ടി, ഡോഡോ പക്ഷിയെ കിട്ടി, ഡോഡോ പക്ഷിയെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ഒരു ഫിൽഡ് പാക്കേജ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിച്ചു, എന്തെല്ലാം ഉൾപ്പെടുത്തി, ഈ 2 ഫാക്ടേഴ്സുമാണ് ഈ ചോദ്യത്തെ എനിക്ക് പ്രിയപ്പെട്ടതാക്കിയത്. അതുപോലെ സിയക്ക് ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് ഇതുപോലെ ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കും. നീ ലേ ടൊമാറ്റിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
ആ മറ്റേ ഋത്തിക് റോഷന്റെ സിനിമയില് മറ്റേ ജിന്ദഗി നാ മിലാ ദോബാറ സിനിമയില് തക്കാളി എറിയുന്നത് സ്പെയിനില്. അതുപോലൊരു ഫെസ്റ്റിവൽ നമ്മളെ രാജ്യത്തുണ്ട്. ഹോളിയാണോ? ഹോളി അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ലിഞ്ചു സാറ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ എപ്പിസോഡ് കണ്ട സമയത്ത് ഈ ഉത്തരം അറിഞ്ഞപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ശരിക്കുണ്ട്, ഇത് നടക്കുന്ന ഇയർലി അവര് ഗോരെ ഹബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ചോദ്യം ലിഞ്ചു സാർ എങ്ങനെയാ ചോദിക്കുന്നത്? കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ഗുമാദപുര എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഗോരെ ഹബ്ബ ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫെസ്റ്റിവലിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു സാധനം പരസ്പരം എറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. എന്ത് സാധനം പരസ്പരം എറിഞ്ഞുകൊണ്ടാണ് ഗോരെ ഹബ്ബ ഫെസ്റ്റിവൽ കർണാടക തമിഴ്നാട് ബോർഡറിലെ ജനങ്ങൾ ആഘോഷിക്കുന്നത്. അതിന്റെ കൂടെ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ഈ ഒരു സാധനത്തിന്റെ എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതിയുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമതുള്ളത് വിയറ്റ്നാമാണ്, രണ്ടാമത് ഇന്ത്യയാണ്, മൂന്നാമത് ശ്രീലങ്കയാണ്, നാലാമത് ചൈനയാണ്. എന്ത് വസ്തു? അതിൽ 2 ക്ലൂ ആണ് സാർ കൊടുത്തിട്ടുള്ളത്. ഒരു ക്ലൂ എന്ന് പറയുന്നത് ഈ സാധനത്തിന്റെ എക്സ്പോർട്ട് നടക്കുന്ന 4 രാജ്യങ്ങള്. ഒന്ന് വിയറ്റ്നാം, ഇന്ത്യ, ശ്രീലങ്ക, ചൈന. 4 രാജ്യങ്ങളെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് വീട് നിർമ്മാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഈ 2 ക്ലൂവും വെച്ചിട്ട് നിനക്കൊരു ഉത്തരത്തിലെത്താൻ പറ്റുണ്ടോ? എടാ ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആടാ. കൗഡങ്, ചാണകം. ചാണകം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് ഇവര് ആഘോഷിക്കുന്നത്. റൈറ്റ് ആൻസർ. ഫുൾ 150 പോയിന്റ്സ് ടു ടീം എ. കൗഡങ് ആണ് ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എറിയുന്നത്. ചാണകം പരസ്പരം എറിയുന്ന ഒരു ആഘോഷം ഇന്ത്യയിലുണ്ടോ? അതല്ലേ പറഞ്ഞേ, അങ്ങനെ ഒരു ആഘോഷം ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോ ഞാൻ ഇതിനെ പറ്റി ഭയങ്കര സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഇതിന് ലാ ടൊമാറ്റീന നമ്മുടെ സ്പെയിനിലെ ആഘോഷമായിട്ട് അതിനോട് റിലേറ്റ് ചെയ്ത് അവരൊരു പേര് വിളിക്കുന്നുണ്ട്. ലാ ഗർബ്രീന എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് ഈ ഫെസ്റ്റിവലിന്റെ മറ്റൊരു പേര്. അപ്പൊ ഇത് കുട്ടികൾക്ക് ഈ ഒരു ആൻസർ കാണുമ്പോൾ ഇതാ നമ്മളെ പോലെ തന്നെ എപ്പിസോഡ് കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു കഥ ഈ ചാണകത്തിന് പിന്നിലുണ്ടോ എന്നുള്ളത് പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ആ ഒരു കാര്യം കൊണ്ടും ക്വിസ് മാസ്റ്റർ അത് അവതരിപ്പിച്ച ആ ഒരു രീതിയാണ് എനിക്ക് അതിൽ സ്ട്രൈക്ക് ആവാനുള്ള കാരണം. അപ്പൊ ഇതുപോലെ പ്രേക്ഷകർക്ക് ഇതുപോലെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കൗതുകം ഉണർത്തുന്ന എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ഈ കമന്റ് ബോക്സിൽ ഞങ്ങൾ അറിയിക്ക്. മറ്റ് കൗതുകം ഉണർത്തുന്ന ചോദ്യങ്ങളുമായി അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ.